മാധ്യമ പ്രവർത്തകരെ, പ്രിയമുള്ള കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ചരിത്ര പ്രസിദ്ധമായ അരുവിത്ര ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളാഘോഷം ഇടവക ജനങ്ങളുടെ മാത്രം മതപരമായ ശ്രദ്ധിക്കുക മതപരമായ ഒരു എന്നതിനേക്കാൾ നാടിന്റെ വലിയൊരു ആഘോഷമാണ് എന്നുള്ളതിനാലാണ് വിപുലമായ ഒരുക്കങ്ങൾ ആവശ്യമായി വരുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ മേൽനോട്ടവും അവരുടെ പിന്തുണയും ഈ തിരുനാള് വിജയകരമായി നടത്തുന്നതിന് ആവശ്യമാണ്. വലിയ സഹായ സഹകരണങ്ങളാണ് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് RDOയുടെയും ബഹുമാനപ്പെട്ട MLAയുടെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും ഈ തിരുനാളിന്റെ സവിശേഷമായ പ്രത്യേകതകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ടുന്ന തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടാണ്. എത്തിയിട്ടുള്ള RDOയ്ക്കും ബഹുമാനപ്പെട്ട MLAയ്ക്കും മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുനിസിപ്പൽ ചെയർപേഴ്സണ് അഡ്വക്കേറ്റ് നാസർ സന്നിഹിതനായിരിക്കുന്നു. എല്ലാവർക്കും ഞാൻ വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് മറ്റ് ജനപ്രതിനിധികള് തിരുനാൾ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു പെരുന്നാളാണ് അരുവിത്ര തിരുനാൾ. നമുക്കറിയാം, അത് കുറേയേറെ വർഷങ്ങളായി ഇവിടെ ചന്ദ്രൻ സൂചിപ്പിച്ച പോലെ ഇടവക്കാരുടെ ഒരു തിരുനാൾ ആഘോഷം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ ആചാരം എന്നതിനപ്പുറം ഒരു നാടിന്റെ വലിയ ചരിത്രപരമായ പെരുമയും സാംസ്കാരികമായ മഹത്വവും ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മഹോത്സവമാണ്. അപ്പൊ അതിൻ്റെതായ ആ അന്തസത്തയിലും അതിൻ്റെതായ എല്ലാവിധ ആഡംബരവും ഭക്തിയും എല്ലാം സമന്വയിക്കുന്ന ആ മഹോത്സവം ഏറ്റവും ഭംഗിയായി, പൂർവാധികം ഭംഗിയായി നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും ഐക്യവും ഏകോപനവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നഗരസഭയും മറ്റ് ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം പ്രധാനമായും സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, പോലീസ്, ആരോഗ്യവകുപ്പ്, ഇലക്ട്രിസിറ്റി ബോർഡ്, റവന്യൂ വകുപ്പ്, KSRTC ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ നിഷ്കർഷയോടുകൂടിയ വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം അനിവാര്യമാണ്. ഇവിടെ വന്നുകൂടുന്ന ആളുകൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ തിരുനാളിന്റെ എല്ലാ ചടങ്ങുകളും 23-ാം തീയതി നഗരപ്രദക്ഷിണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, വടക്കേക്കരയിലുള്ള കുരിശുപള്ളിയിലേക്ക് 101 പൊൻകുരിശുകളുമായിട്ടുള്ള വലിയ ഒരു പ്രദർശനം നഗരത്തിലൂടെ പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ നമ്മുടെ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒക്കെ അതിനെ വലിയ ആർദ്രമായ മനസ്സോടുകൂടി സ്വീകരിച്ചാണ് ആ പ്രദർശനം നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ മറ്റു ദിവസങ്ങളിലൊക്കെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര പ്രദേശമാകെ നഗരമാകെ ആ ആഘോഷത്തിന്റെ തിരുനാളിന്റെ ഭാഗമായി
മാറുകയാണ്. ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്നത് പോലെ തന്നെ എല്ലാവിധമായ ഐക്യവും ഏകോപനവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതും ഏറ്റവും ഭംഗിയായി ഈ തിരുനാൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ട ചുമതലകൾ ഏകദേശമായി ഇവിടെ നിന്ന് മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ വിശദീകരിക്കുകയും അതെല്ലാം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പള്ളി കമ്മിറ്റിയും എല്ലാം തിരുനാൾ പ്രസിദ്ധന്തിയും എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ ഒരു ലക്ഷ്യം. ഒരു കാര്യം കൂടി മാത്രം, അപ്പൊ ആ ലക്ഷ്യത്തിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് നിർദ്ദേശിക്കാനുള്ളത്. ഒരു കാര്യം കൂടി മാത്രം അധികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാടിന്റെ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കുകയാണ് തിരുനാളിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഒരുപക്ഷെ അത് അതേ നിലയ്ക്ക് അല്ലാതെയുള്ള വ്യത്യസ്തമായ സമീപനമുള്ളവരും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഏറ്റവും സ്നേഹ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ തിരുനാൾ നടത്തപ്പെടുന്നുവെന്നും അത് ആ നിലയിൽ തന്നെ അതിന്റെ പരിസമാപ്തി കുറിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അടക്കമുള്ള ക്രമസമാധാന പാലനവും സമാധാന സ്വൈര്യ ജീവിതവും ഉറപ്പുവരുത്താനുള്ള ഗവൺമെന്റ് സംവിധാനം ഏറ്റവും നിഷ്കർഷതയോടെയും ശുഷ്കാന്തിയോടും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും ആ നിലയിൽ അത് മുന്നോട്ട് പോകാൻ എല്ലാവരും മനസ്സുവെച്ചുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. ഒരു നിലയിലുമുള്ള ഒരു അപസ്വരമോ എന്തെങ്കിലും ഒരു വ്യത്യസ്തതയോ ഉണ്ടാവാൻ ഇടവരാതെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നമ്മുടെ അരുത്തങ്ങളുടെയും ഈരാറ്റുപേട്ടയുടെയും വലിയ ഒരു മഹത്വമാണ് മതസൗഹാർദ്ദം. നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുന്ന ആ സ്നേഹ സാഹോദര്യം അതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാവണം അരുവിത്തറ തിരുനാളിന്റെ ആഘോഷം എന്നത് മാത്രമാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ടതായ ചുമതലകൾ ഓരോന്നോരോന്നായി ഒന്ന് ചർച്ച ചെയ്ത് അതൊന്ന് വിശദമാക്കി അതിനാവശ്യമായ പിന്തുണയോ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടലോ അധികമായിട്ടുള്ള സംവിധാനങ്ങൾ ഫോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും അധിക സൗകര്യങ്ങൾ ഇവിടെ കൃത്യനിർവഹണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഏർപ്പാടാക്കുന്നതിന് വേണ്ട ഇടപെടൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിൽ ഇതിനതൊന്നും തടസ്സമല്ല. അപ്പൊ ആവശ്യമായ നമുക്കിവിടെ ആദ്യമുണ്ട്, അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കളക്ടർ എസ്ഡിഎം അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും ഇടപെടലും നേതൃത്വവും നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയും. അപ്പൊ ആ നിലയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒരു ചുമതലാ നിർവഹണം അവരിനകത്ത് ഭാഗഭാക്കാകേണ്ടതും ഇടപെടേണ്ടതും ഏത് രൂപത്തിലാണ് എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ച് അത് തീരുമാനിച്ച് നമുക്ക് അതുമായി കൂട്ടിച്ചേർന്ന് പള്ളി സംവിധാനവും നമ്മുടെ ജനപ്രതിനിധികളും ഭരണ സംവിധാനവും ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ബഹുമാനപ്പെട്ട ആദ്യോ പ്രിയപ്പെട്ട നമ്മുടെ MLA സെബാസ്റ്റ്യൻ പോളിക്കൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ, കമ്മിറ്റി ഭാരവാഹികൾ, മാധ്യമ സുഹൃത്തുക്കൾ, ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അരുവിത്തറ തിരുനാൾ വരുന്ന ആ സമയത്ത് അതിന് മുന്നോടിയായി നിരവധിയായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തായിരുന്ന സമയത്തും നഗരസഭയായിരുന്ന സമയത്തും ഒക്കെ ചെയ്തു വരാം. ആ നിലയിൽ ഇന്ന് രാവിലെയും നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ അനൗദ്യോഗികമായി ഈ വിഷയം അജണ്ട വെച്ചിട്ടല്ലെങ്കിൽ പോലും മറ്റൊരു വിഷയത്തിൽ കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോൾ ഈ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെട്ടു. എന്താണ് തിരുനാളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെ അരുവിത്തറ പാലം അവിടെ പുല്ല് പിടിച്ച് കിടക്കുന്നു, അത് ക്ലീൻ ചെയ്യുക. ഈ പരിസരമാകെ ഒന്ന് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫുകളെ കൊണ്ട് വൃത്തിയാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാവുമെന്ന് സഭയ്ക്കുമായി ഉറക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ
വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. വ്യാപാരി വ്യവസായ പ്രസിഡന്റ് എം കാലസായമുണ്ട്, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രദേശത്തിന്റെ ഇത് നഗരസഭയുടെയോ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിന്റെയോ ഉത്സവമല്ല. പക്ഷേ ഈ മേഖലയിൽ തന്നെ ഇത്രയും ആളുകൾ വന്നു പോകുന്നവരും തീർത്ഥാടന കേന്ദ്രവും പള്ളി പെരുന്നാളും ഒക്കെ നമ്മൾ കാലങ്ങളായി തലമുറകളായി ഈ ഉത്സവം ആഘോഷിച്ചു വരുന്ന ആളുകളാണ്. ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂടി ഉത്സവമായിട്ടാണ് നമ്മൾ കാണുന്നത്, തിരുനാളിനെ കാണുന്നത്. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ചും കാലാവസ്ഥ നമുക്കറിയാം വളരെ ചൂടേറിയ കാലാവസ്ഥയാണ്. അത് നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ, എന്താണോ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ, നഗരസഭയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുകൂടി ഒരു നിർദ്ദേശം വന്നാൽ, അതിനപ്പുറത്ത് കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എല്ലാവിധ മുൻകരുതലുകളും എടുത്തുകൊണ്ട് ആ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി അത് നഗരസഭയുടെ ജീവനക്കാർ, അതിനപ്പുറത്ത് നിന്നുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തോടുകൂടി കൂടുതൽ സജീവമായി ഈ തിരുനാളിന്റെ വിജയത്തിന് വേണ്ടി തീർച്ചയായിട്ടും നഗരസഭാ ചെയർമാനെന്ന എല്ലാവിധ നേതൃത്വം നൽകും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നഗരസഭയുടെ ഭരണസമിതിയുടെ നഗരസഭാ സെക്രട്ടറിയുടെ ഉണ്ട്, മറ്റ് ജീവനക്കാരുണ്ട്. നഗരസഭാ ഭരണസമിതിയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കമ്മിറ്റി മീറ്റിംഗ് പോകുന്നതിന് മുമ്പ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് വന്നത് എന്നൊന്നും പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അപ്പൊ നമുക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടും ആരാണുള്ളത് ആരാണില്ലാത്തത്. പോലീസിന്റെ വന്നിട്ടില്ല, അത് വളരെ റവന്യൂവിനെ സംബന്ധിച്ച് സീനിയർ സൂപ്രണ്ട് വേറെ വോട്ടർ അതോറിറ്റിയോ ആരാണ്? എവിടെയാണ്? ശരി, നമുക്ക് മീറ്റിംഗിലേക്ക് കിടക്കാം. ഈ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത് പോലീസാണ്. പോലീസിന്റെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഒരു പ്രത്യേക മീറ്റിംഗ് ചെയ്യാം. ഓക്കെ, ഫുഡ് സേഫ്റ്റി നമുക്ക് മുടക്കമില്ലാതെ വൈദ്യുതി കിട്ടും. അതിനെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ടോ? ചെയ്തു ഈ ക്യാമ്പസിൽ ഈ ക്യാമ്പസ് പള്ളി പ്രമിസസിൽ ലോഡ് അറേഞ്ച് ചെയ്യാൻ ജനറേറ്റർ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം. മെയിൻ്റനൻസ് എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുകയും ഒരു അൺഇൻറ്റർപ്രറ്റഡ് സപ്ലൈ ഉറപ്പുവരുത്തണം. ആ ദിവസങ്ങളിൽ വൈദ്യുതി പോകാതിരിക്കാൻ ചെയ്യാവുന്ന പ്രിക്കോഷൻസ് മുഴുവൻ എടുക്കണം. അതുപോലെ വിജിലൻ്റ് ആയിട്ട് ഒരു ടീം ഇവിടെ ഉണ്ടാവണം. എന്തെങ്കിലും പെട്ടെന്ന് കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇഫക്റ്റീവായ ഒരു ടീം ഉണ്ടാവണം. യെസ്, ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്യുക, അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ എല്ലാവർക്കും വാഹനമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗതാഗത നിയന്ത്രണമാണ്. അതിന് എന്തെല്ലാം അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? പാർക്കിംഗ് സ്പേസുകൾ തീർത്ഥാടകര് വരുന്നവരെ ഇവിടെ ഇറക്കിയിട്ട് വാഹനം അവിടെ പോയി കൃത്യമായി പാർക്ക് ചെയ്യുന്നു. ആ പാർക്കിങ്ങിലേക്ക് ടു ആൻഡ് ഫ്രോ 2 വഴി അറേഞ്ച് ചെയ്യണം, കൺജസ്റ്റഡ് ആവാതെ. അതെ, പാർക്കിംഗ് സ്പേസ് അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തവണയും ചെയ്യാം. മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പള്ളി അറേഞ്ച് ചെയ്യുന്ന സ്പേസിലേക്ക് സൈഡിലും നോ പാർക്കിംഗ് സ്പേസിലും ഒന്നും അനുവദിക്കാനായിട്ട് പാടില്ല. അത് പോലീസ് ഉറപ്പുവരുത്തണം. ശരി, എക്സൈസിന്റെ ഈ പാർക്കിങ്ങും ഇതൊക്കെ ലോ ആൻഡ് ഓർഡറിൽ നല്ല ജാഗ്രത വേണം. കാരണം ടൗണിക്കോടെ പ്രദക്ഷിണം പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾ നാനാവഴിക്കും വരുന്നതാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഏറ്റവും ഭംഗിയായി കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത ഉണ്ടാവും. ഞാൻ SP ആയിട്ട് സംസാരിച്ചോളാം. ജനക്കൂട്ടമാവും. അപ്പൊ ആ ജനക്കൂട്ടത്തെ അവരുമായിട്ട് ഒരു മോബ് ഒരു ഇതാവാൻ ഇടവരരുത്. ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് DSPയുടെ നേതൃത്വത്തിൽ 2 ദിവസം മുമ്പ് ഒരു യോഗം കൂടി, പോലീസ് തന്നെ, ഞങ്ങളാരും ഇടപെട്ടല്ല,
പോലീസ് തന്നെ ചെയ്യാറുണ്ട്. നിങ്ങൾ പതിവ് ചെയ്യുന്ന നിങ്ങളുടെ റൊട്ടീൻ എക്സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ലഹരി എന്താണ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓണം വിഷുവൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സെന്ററുകളുണ്ടല്ലോ. ഞാൻ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചാർജ് എടുത്ത ആളാണ്. ഞാൻ 107 കേസസ് കേൾക്കുമ്പോൾ NDPS കേസുകൾ വളരെ കൂടുതലാണ് ഈ ഭാഗങ്ങളിൽ. അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സൈസ് വളരെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. KSRTCയുടെ ആരാണുള്ളത്? വേണം. കലാപരിപാടിയൊക്കെ ഉള്ളപ്പോൾ രാത്രിയിൽ ആളുകൾക്ക് മലയോര മേഖലയിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ വർഷവും ചെയ്യുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. അതിന് വാഹനങ്ങളുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തിക്കണം. സമയമായപ്പോൾ വണ്ടി കിട്ടിയില്ല, കിട്ടിയ വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരത്തെ നോക്കിക്കോണം. പോലീസിനോട് ഒരു കാര്യം കൂടെ പറയണം. വനിതാ പോലീസിന്റെ പ്രസൻസ് വേണം. അത് പ്രത്യേകം വേണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ KSRTC അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നഗരസഭയാണ് സെക്രട്ടറി എങ്ങനെയാണ് ശുചീകരണം ക്ലീനിങ്? നിലവിലിപ്പോൾ 2 സ്റ്റാഫ് മാത്രമേ നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് എണ്ണം കൂട്ടി ഇപ്പോൾ 7 വരെ ആകും. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി സ്റ്റാളുകളെല്ലാം പാലിക്കാം. പരമാവധി പ്ലാസ്റ്റിക് പ്രോട്ടോകോൾ പാലിക്കുകയും വേണം. അത് നടപ്പിലാവുന്നുണ്ടെന്ന് അറിയാം. ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ ബസ്സുകാരുടെ പ്രസൻസ് ഉറപ്പുവരും. ഹെൽത്ത് ഉദ്യോഗസ്ഥരും ആരോഗ്യവും ജീവനക്കാരുടെ പ്രത്യേകം പറഞ്ഞു. നമുക്ക് ഈ 22-ാം തീയതി ആ പോകുന്ന റൂട്ടൊക്കെ പറയുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് അതിന് മുൻപായിട്ടുള്ളൊരു ക്ലീനിങ് പ്രോസസ്സ് ഇത് പോയി വന്നതിന് ശേഷമുള്ള ക്ലീനിങ് ഞങ്ങൾ ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ട്. ആ ഉള്ള സിസ്റ്റം കൃത്യമായി അപ്ലൈ ചെയ്താണ്. എല്ലാം ചെയ്യുന്നതാണ്. രജിസ്റ്റർ പറയാനുള്ളത് ഞങ്ങൾ പള്ളി ബ്രാഞ്ച് രജിസ്റ്റർ അവിടെ സീബ്ര ക്രോസിംഗ് അത് ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് കൂടെ പോകുക. അപ്പോൾ ഈ മറ്റൊരു കോളേജ് റോഡ് നമുക്ക് ബൈപ്പാസ് റോഡ് അത് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. നേരത്തെ തന്നെ പോലീസുമായിട്ട് റൂട്ടൊന്ന് കാണിച്ചു കൊടുത്തൊന്ന് ധാരണ ഉണ്ടാക്കി. അത് സമയത്ത് ആ ഭാഗത്തെ പാർക്കിംഗ് ഉള്ളു. അതിന് നേരെ പോയി നമ്മൾ കുരിശോളിക്ക് നിൽക്കുന്നില്ല, അവിടെ റൗണ്ട് ചെയ്ത് പോയി നേരെയൊക്കെ പോകുന്ന 1-2 ജംഗ്ഷൻ 2-3 മുട്ടക്കാല പൂഞ്ഞാറാല പോലീസ് സ്റ്റേഷൻ താഴത്തോസം പിന്നെ പള്ളി കുരിശോളിൽ അവിടെ ഓരോ മേളങ്ങൾ അതിൽ നേരം ഒന്നും നിൽക്കില്ല. അത് ബാക്കി പ്രദേശം എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം ഒരു ചെറിയ മേളങ്ങൾ വെച്ച് ഇങ്ങനെയൊക്കെ പോയി പോകും. അതാണ് പ്രത്യേകിച്ചും ഈ അനധികൃത പാർക്കിംഗ് മത്സരം നമ്മളെ ഭയക്കേണ്ടത് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി തരിക എന്നുള്ളതാണ്. ഈ മൂവിങ് കണ്ടീഷനിൽ അത് നമുക്ക് പരിഹരിക്കുക. കുറവാണ്. 3 ഡോക്ടർമാരാണ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. പ്രൈവറ്റ് ബസ് കഴിഞ്ഞ വർഷം IHM എന്നൊരു ടീമിനെ വരുത്താറുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള എന്താണെങ്കിൽ 1-2 വണ്ടികൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. സപ്പോസ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായാലും അന്നേരം ആംബുലൻസ് അന്വേഷിച്ച് നടക്കാൻ പോകുന്നു. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യുക. ഫുഡ് ആൻഡ് സേഫ്റ്റിയോട് വളരെ പ്രത്യേകം സേഫ്റ്റി ആരും വന്നിട്ട് ഇല്ല. ഏറെക്കുറെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇംപ്രസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മിനിറ്റ്സ് തഹസിൽദാരെ മൊത്തത്തിലുള്ള കോർഡിനേഷൻ മിനിറ്റ്സ് തഹസിൽദാർക്കായിരിക്കും. വില്ലേജ് സാർക്ക് പ്രത്യേകിച്ച് എല്ലാ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളും എൻഫോഴ്സ്മെന്റ് സജീവമാണ്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എല്ലാവരുടെയും അഭിനയിക്കായി പറയാന് നമ്മൾ എല്ലാ വർഷത്തെ പോലെ തന്നെ 4 ദിവസത്തെ തിരുനാളാണ് ഈ പ്രാവശ്യവും. അതിനെക്കുറിച്ച് 22-ാം തീയതി പ്രോഗ്രാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ സേവനം വേണ്ടി വരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്നിട്ടും പോലീസിന് നല്ലൊരു സേവനം നമുക്ക് ലഭിച്ചു. അതിന്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ ഫുൾ ടൈം പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. യാതൊരു വക ബുദ്ധിമുട്ടുകളും കൊള്ളാതെ നിങ്ങൾ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും ടീം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകം പറയാനുണ്ട്. ഞങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെച്ചതാണ്. 2015 വർഷത്തെ ഇവിടെ നടന്ന പള്ളി തിരുനാളിനോടനുബന്ധിച്ച്
ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു എന്ന് എൻ്റെ റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലായി. അതിനുശേഷം ഒരു മജിസ്ട്രേറ്റിൽ അന്വേഷണം നടത്തുകയും തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തരുതെന്ന് മജിസ്ട്രേറ്റ് റെക്കമെൻഡ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ നിർത്തിവെച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു പരാതി ഇതിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി വെടിക്കെട്ട്, അതായത് ഹാനികരമാവുന്ന രീതിയിലുള്ള വെടിക്കെട്ടോ അത്തരം കാര്യങ്ങൾ നടത്തരുത് എന്ന് അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞാൻ ADM-ന് അതിൽ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കത്ത് പള്ളി അധികാരികൾക്കും പോലീസിനും നൽകിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? ഡിവൈഎസ്പിക്കാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതിന്റെ അധികാരപരമായ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഇനി ബഹുമാനപ്പെട്ട RDO പറഞ്ഞ അക്കാര്യം നേരത്തെ തന്നെ പള്ളി പരിഗണിച്ചിരുന്നതാണ്. രൂപതയിൽ തന്നെ പൊതുവായ തീരുമാനമുള്ളത് വെടിക്കൊട്ട് പാടില്ല എന്നുള്ളതാണ്. ആ നിർദ്ദേശം എല്ലാ ഇടവകകളും കൃത്യമായി പാലിച്ച് പോരുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാവില്ല. ഇവിടെ ബഹുമാനപ്പെട്ട RDO-യും MLA-യും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് സർക്കാരിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരും സന്നിഹിതരാകുകയുണ്ടായി. എല്ലാവർക്കും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുമുള്ള താല്പര്യം ഈ മീറ്റിംഗിലൂടെ രൂപപ്പെട്ടു വന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അത്യധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. RDO-യുടെ സാന്നിധ്യവും നിർദ്ദേശവും റവന്യൂ ഡിവിഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ വളരെ വിലപ്പെട്ടതാണ്. ഇതിന്റെ ചുമതല മീനിച്ചിൽ തഹസീൽദാരെ പൊതു കോർഡിനേഷന്റെ തലത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞതും ഞങ്ങൾക്ക് വലിയ തോതിൽ സംരക്ഷണ ബോധവും സന്തോഷവും നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനം മുഴുവനും ഒരുമിച്ച് കൂടുന്നത് പള്ളിമുറ്റത്തല്ല, പൊതുനിരത്തിലാണ്. കൂടുതൽ ആൾക്കാർ എപ്പോഴും റോഡിലാണ്. അപ്പോൾ നമ്മുടെ വ്യാപാരി, വ്യവസായി, പ്രവർത്തകര് എല്ലാ സൗകര്യങ്ങളും റോഡ് ഭംഗിയായി യാത്ര ചെയ്യുന്നതിന് സൗകര്യപ്രദമായ വിധത്തിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. നമ്മൾ ട്രാഫിക് കൺട്രോളിനെ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാര് എത്ര ജാഗ്രത പുലർത്തിയാലും അവരുടെ കണ്ണിൽ പെടാതെ അവരില്ലാത്ത സമയത്ത് പാർക്ക് ചെയ്ത് പോകുന്ന ഒരപകടം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാറുള്ളതുപോലെ ഇവിടെയും സംഭവിച്ചു കൂടായികയില്ല എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഞാൻ ഈ തിരുനാളിന് ആദ്യമായിട്ട് പങ്കെടുക്കുന്നയാളാണ്. അതുകൊണ്ട് ഇട്ടയൊരു വാഹനം മാറ്റാൻ നമുക്ക് എളുപ്പമല്ല. നേരത്തെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ കാതല് എന്ന് ഞാൻ പറയാതെ നിയന്ത്രണ പരിചയമുള്ള ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഫോഴ്സിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ഇതിനു വേണ്ടി തന്നെ ഒരുപക്ഷെ കുറെ പേരെ നിയോഗിക്കുകയും ചെയ്യുമ്പോൾ അനുസ്യൂതമായ സഞ്ചാരത്തിന് യോഗ്യമായ വിധത്തിൽ പാതകള് സുരക്ഷിതമായി ഒരുക്കപ്പെടും എന്ന് കരുതുകയാണ്. അതാണ് ഒരുപക്ഷെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. വാഹനങ്ങൾ എത്ര എത്തിയാലും ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യമാണ്
നമ്മുടെ സ്റ്റേഡിയത്തിലുള്ളത്. അങ്ങോട്ട് എത്താനും തിരിച്ച് പോകാനുമുള്ള 2 വഴികൾ നല്ലതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ പരിസരങ്ങളും ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ജനം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ്. പള്ളിയിൽ എത്തുന്നത് ഭക്തജനങ്ങള്, വഴിയിൽ സഞ്ചരിക്കുന്നത് അത്രത്തോളം വിശ്വസിക്കാവുന്ന ഭക്തജനങ്ങളാണോ എന്ന് നമ്മൾ സംശയിക്കണം. അതുകൊണ്ടാണ് ജാഗ്രത കൂടുതൽ വേണ്ടി വരുന്നത്. ദുഃഖവെള്ളിയാഴ്ചയുടെ ആളുകളെ നിയന്ത്രിക്കുന്നത് എളുപ്പമാണ്. കാരണം അവര് 100% ഭക്തിയിൽ മാത്രം എത്തുന്നവരാണ്. ദുഃഖവെള്ളിയാഴ്ച ആഘോഷം താരതമ്യേന കുറവാണ്. തിരുനാള് പേരുകൊണ്ട് തന്നെ ആഘോഷമാണ്. പല രൂപത്തിൽ ആഘോഷത്തിന്റെ തിമിർപ്പ് ഉണ്ടാകുന്നതും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ഇനി പ്രത്യേകിച്ച് RDOയോടോ MLAയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ അവരെ പ്രയോജനപ്പെടുത്തുന്നത് നേരത്തെ അറിയിച്ചാൽ അതിന് കൃത്യമായൊരു ഗൈഡ്ലൈൻ കൊടുത്താൽ അവർ അത് പ്രയോജനപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആവശ്യമെങ്കിൽ നഗരസഭയെ അറിയിച്ചാൽ മാത്രമാണ്. ഒരു 100-150 പേരടങ്ങുന്ന ടീമുണ്ട്.